Good evening. നമ്മള് സമ്പജന എക്സാം പ്രിപ്പറേഷൻ്റെ ഇലക്ട്രോണിക്സ് ബേസിക് ഇലക്ട്രോണിക്സ് പാർട്ട് 4 വീഡിയോ ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആംപ്ലിഫയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു തന്നത് ആംപ്ലിഫയറിന് സംഭവിക്കുന്ന ഫേസ് റിവേഴ്സിന്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ സംഭവിക്കുന്ന ഫേസ് ഷിഫ്റ്റിനെ പറ്റിയിട്ട് അല്ലേ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 3 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ പവർ ഗെയിനെ പറ്റിയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് നോക്കി വെക്കുക. വോൾട്ടേജ് ഗെയിൻ ഓഫ് എ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ. അപ്പൊ നമുക്കറിയാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഇതിന്റെ ഇക്വേഷൻസ് നമുക്ക് ചിലപ്പം പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാം. അത് നോക്കുക. നമുക്കിവിടെ ഞാനിപ്പം ഇതെന്റെ ലോഡ് ആണെങ്കിൽ ഇതൊരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. കാര്യം ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. R1 R2 വെച്ചിട്ടുണ്ട്. RC എന്ന് പറഞ്ഞ കളക്ടർ റെസിസ്റ്റൻസ് ആണ്. RL എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് ആണെങ്കിൽ RAC അല്ലെ, നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് AC, നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന AC ലോഡാണ്. അപ്പം AC ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോഡ് റെസിസ്റ്റൻസ് RAC എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു RC അല്ലെ. RC എന്ന് പറയുന്നത് കളക്ടർ റെസിസ്റ്റൻസ് പാരലൽ ലോഡ് റെസിസ്റ്റൻസ് RL എന്ന് എഴുതാൻ പറ്റും അല്ലെ. RC പാരലൽ RL. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ ഈക്വലന്റ് എങ്ങനെ എഴുതാൻ പറ്റും? RC ഇൻറ്റു RL ഡിവൈഡ് ബൈ R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറയുന്ന കൂട്ട് RC RL ഡിവൈഡ് ബൈ RC പ്ലസ് RL അല്ലെ. ഇനി നമ്മൾ നോക്കിയേ, നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? നമുക്ക് IC ഇൻറ്റു RAC ആണല്ലേ. IC ഇൻറ്റു RAC. കാര്യം നമുക്ക് ലോഡ് വരുന്നത് എങ്ങനെ ആയിരിക്കും? RC പാരൽ RL എന്ന് പറയുന്ന ഇക്വലന്റ് കളക്ടർ റെസിസ്റ്റൻസിന്റെ ലോഡ് റെസിസ്റ്റൻസിന്റെ ഇക്വലന്റ് ആയിരിക്കും നമ്മളുടെ എന്തായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് അല്ലെ. അപ്പം IC ഇൻറ്റു RAC നമുക്ക് പറയാൻ പറ്റും. IC ഇൻറ്റു RAC നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതായിരിക്കും ഇൻപുട്ട് വോൾട്ടേജ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ ആയിരിക്കും വരിക? ഇൻപുട്ട് കറണ്ട് ബേസ് കറണ്ട് അല്ലെ, IB എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കറണ്ട്. അപ്പൊ IB ഇൻറ്റു R ഇൻ നമുക്ക് പറയാൻ പറ്റും അല്ലെ. IB ഇൻറ്റു ബേസ് കറണ്ട് ഇൻറ്റു ഇൻപുട്ട് റെസിസ്റ്റൻസ് R ഇൻ നമുക്ക് പറയാൻ പറ്റും. ഇനി നോക്കിയേ, നമുക്ക് വോൾട്ടേജ് ഗെയിൻ എന്താ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? therefore വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഗെയിൻ റെപ്രസെന്റ് ചെയ്യുന്നത് AV എന്നാണ് അല്ലെ. വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. therefore that is AV is equal to ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും വരിക? IC into RAC അല്ലെ. IC into RAC ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വരിക? ഇൻപുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? IB into R ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലെ. എന്തായിരിക്കും നമുക്കറിയാം? IC by IB എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? IC by ratio of IC by IB is nothing but എന്തായിരിക്കും? ബീറ്റ നമുക്കറിയാം അല്ലെ. therefore വോൾട്ടേജ് ഗെയിൻ AV is equal to അല്ലെ. therefore വോൾട്ടേജ് ഗെയിൻ AV is equal to ബീറ്റ into RAC by R എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ ടു ബീറ്റ into RAC ഡിവൈഡഡ് ബൈ R ഇൻ. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ചിലപ്പോൾ നമുക്ക് ബീറ്റ ഉണ്ടാവും, RAC തന്നിട്ടുണ്ടാവും, R ഇൻപുട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് വോൾട്ടേജ് ഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അടുത്ത നമുക്ക് പവർ ഗെയിൻ എന്തായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക? പവർ ഗെയിൻ ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ഈസ് പവർ ഗെയിൻ ഈസ് ഈക്വൽ ടു എങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കുക? ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇതായിരിക്കും ഇൻപുട്ട് പവർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് IC സ്ക്വയർ RAC അല്ലെ. IC സ്ക്വയർ RAC ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്തായിരിക്കും വരിക? IB ഇൻപുട്ട് കറണ്ട് IB സ്ക്വയർ ആണ് അല്ലെ. IB സ്ക്വയർ ഇൻറ്റു R ഇൻ. therefore that is equal to IC by ഇവിടെ തിരിച്ചു വന്നത് എന്തായിരിക്കും? IC by IB എന്ന് പറയുമ്പോഴത്തേക്ക് that is nothing but ബീറ്റ. therefore പവർ ഗെയിൻ AP is equal to എങ്ങനെ പറയാൻ പറ്റും? IC by IB is equal to ബീറ്റ സ്ക്വയർ ഇൻറ്റു RAC ഡിവൈഡ് ബൈ R ഇൻ നമുക്ക് പറയാൻ പറ്റും. ദിസ് ഇതാണ് പവർ ഗെയിൻ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഗെയിൻ നമ്മൾ കഴിഞ്ഞു. അടുത്തതായിരിക്കും പവർ ഗെയിൻ അല്ലെ. ഇത് വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ ആണ്. വോൾട്ടേജ് ഗെയിൻ ഈസ് പവർ ഗെയിൻ. ഇനി നമുക്ക് ഇനി പഠിക്കാൻ പോകുന്ന പറഞ്ഞാൽ നമുക്ക് ഇനി എന്തായിരിക്കും? നമുക്ക് ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് വേണം നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഫ്രീക്വൻസി റെസ്പോൺസ് അപ്പൊ നമുക്ക് നോക്കിയേ,
ഇവിടെ നമുക്ക് ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസിന്റെ കർവ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമ്മളുടെ ഇത് ഗെയിൻ ആണ്, നമ്മളുടെ ഗെയിൻ ആണെന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് ഗെയിൻ. എന്തായിരിക്കും വരിക? ഇത് നമ്മളുടെ ഫ്രീക്വൻസി ആണ്. അപ്പൊ ഈ ഫ്രീക്വൻസി പറയുമ്പോഴത്തേക്ക് നോക്കിയേ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റും ബാൻഡ് വിഡ്ത്ത്. എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയാം? ബാൻഡ് വിഡ്ത്ത് മീൻസ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരിക്കും ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു പോയിന്റ് ആയിരിക്കും ഇവിടുത്തെ മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ എന്തായിരിക്കും മാക്സിമം ഗെയിൻ നമുക്ക് ഈ ഒരു പോയിന്റ് ആയിരിക്കും, ഈ ഇതായിരിക്കും നമുക്ക് മാക്സിമം കിട്ടുന്നത്. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്തായിരിക്കും വരിക? 70.7%. ദിസ് കാൾഡ് 70.7%. ആണ് ഈ ഒരു പോയിന്റ്. ഇതിനാണ് നമ്മൾ 70.7% നമ്മൾ പറയുന്നത്. സോ അപ്പൊ നമുക്ക് പറയാൻ പറ്റും ബാൻഡ് വിഡ്ത്ത് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി അറ്റ് വിച്ച് ഇതായിരിക്കും ഗെയിൻ ഓഫ് 70.7% അല്ലെ. ഈ ഗെയിൻ 70.7% ആകുന്ന ഈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ആണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും എങ്ങനെ ആയിരിക്കും? ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി അല്ലെ. ബാൻഡ് വിഡ്ത്ത് ഈസ് നത്തിങ് ബട്ട് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി, അല്ലെ, of gain at a gain of 70.7%. 70.7%. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം ഗെയിൻ ആയിരിക്കും. മാക്സിമം ഗെയിനിൽ നിന്ന് 70.7% ഗെയിൻ ഉള്ള സമയത്ത് ഉണ്ടാവുന്ന ആ ഫ്രീക്വൻസി അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും F1 ഉണ്ട്, രണ്ട് ഫ്രീക്വൻസി ഉണ്ട്, F1 ഉണ്ട്, F2 ഉണ്ട്. therefore നമുക്ക് പറയാൻ പറ്റും therefore bandwidth is equal to എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? therefore bandwidth is equal to that is equal to F2 minus F1 എന്ന് പറയാൻ പറ്റും അല്ലെ. ഇറ്റ് ഈസ് F1 ആണ്, എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് F2. therefore F2 minus F1 ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയാൻ പറ്റും. വേറെ F1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? F1 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് അല്ലെ. ഇറ്റ് ഈസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ആൻഡ് F2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ഈസ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റും. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പൊ ഈ ഫോൾ ഇൻ ഗെയിൻ എത്രമാത്രം ഗെയിൻ നമുക്ക് ഫോൾ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. ഫോൾ ഇൻ ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക? ഈ ഗെയിൻ എത്രമാത്രം ഗെയിൻ ഫോൾ ചെയ്തിട്ടുണ്ട്? ദിസ് ഫോൾ ഓഫ് ഗെയിൻ ഈസ് നത്തിങ് ബട്ട് 3 decibels ആയിരിക്കും ഫോൾ ഇൻ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി എങ്ങനെ ആയിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോൾ ഇൻ ഗെയിൻ നമുക്ക് പറയാൻ പറ്റും. ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും പറയാ? ഗെയിൻ ഇക്വേഷൻ എന്താ? ഗെയിൻ ഈസ് ഈക്വൽ ടു 20 log അല്ലെ. 20 log ഇത് മാക്സിമം ആണെങ്കിൽ 100 നമുക്ക് എടുക്കാം പറ്റല്ലേ. ഇത് മാക്സിമം വാല്യൂ മൈനസ് എത്ര ആയിരിക്കും? 20 log 70.7. that is equal to 20 log a എന്തായിരിക്കും? നമുക്ക് 20 കോമൺ എടുത്തു കഴിഞ്ഞാൽ log a മൈനസ് log b എന്ന് പറയുമ്പോഴത്തേക്ക് log a by b വരും അല്ലേ. 70.7. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? that is nothing but 3 decibels നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ബാൻഡ് വിഡ്ത്തിനെ നമുക്ക് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? therefore band width can be also be defined as the അല്ലെ. ബാൻഡ് വിഡ്ത്ത് can also be defined as a range of frequency. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നതായിരിക്കും the range of frequency the range of frequency ഇതായിരിക്കും at which the gain falls below 3 dB. at which the gain falls below 3 decibels. അതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? നമുക്ക് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയാൻ പറ്റും. therefore this is nothing but bandwidth. Bandwidth is a range of frequency at which the gain falls below 3 dB നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ എത്രമാത്രം ഗെയിൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് എന്തായിരിക്കും ഫോൾ ചെയ്യുന്ന കാര്യം ഓർത്ത് വെക്കുക. നത്തിങ് ബട്ട് 3 decibels ആണെന്നുള്ള വാക്ക് ഓർത്ത് വെക്കുക. എന്താണ് ബാൻഡ് വിഡ്ത്ത് പറഞ്ഞാൽ? ഇതായിരിക്കും F2 minus F1 അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി അറ്റ് ഗെയിൻ ഓഫ് 70.7%. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത പറയാൻ പോകുന്ന ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക് ആണ്. അപ്പൊ നമുക്ക് അതിന് മുന്നേ നമ്മൾ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആണെങ്കിൽ, സപ്പോസ് ദിസ് ഇസ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻപുട്ട് കൊടുത്തു, നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയർ ആണെങ്കിൽ ഇതായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്തായിരിക്കും? ഈ ഇൻപുട്ടിനകത്ത് നോയിസ് ഉണ്ടെങ്കിൽ ആ നോയിസ് ആൾസോ ഗെറ്റ് ആംപ്ലിഫൈഡ് എന്ന് പറയാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആകുമ്പോഴത്തേക്ക് എന്താ? ഇഫ് എനി നോയിസ് അല്ലെ, ഇൻപുട്ടിൽ എന്തെങ്കിലും നോയിസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് നോയിസ് ആൾസോ ഗെറ്റ് ആംപ്ലിഫൈഡ് എന്ന് പറയാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ നോയിസ് ആൾസോ ബിക്കംസ് ആംപ്ലിഫൈഡ്. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? ആ എന്തായിരിക്കും? നമ്മുടെ സിഗ്നലിന്റെ കൂടെ തന്നെ നോയിസ് ആംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അതെന്തായിരിക്കും വരിക? നമുക്ക് നമ്മളുടെ സിഗ്നലിൽ എന്തായിരിക്കും? ഡിസ്റ്റോർഷൻ അതോ അല്ലെങ്കിൽ നോയിസിന്റെ കണ്ടന്റ് ഒരുപാട് ഡെവലപ്പ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്തായിരിക്കും? നോയിസ് ആൾസോ ആംപ്ലിഫൈഡ്.
നോയിസ് ആൾസോ ആംപ്ലിഫൈഡ്. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം അല്ലെ. അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്, ഫീഡ്ബാക്ക് ഈസ് ഇൻട്രൊഡ്യൂസ്. സോ ടു എലിമിനേറ്റ് എന്തായിരിക്കും, ടു റെഡ്യൂസ് ദ നോയിസ് അല്ലെ, ടു റെഡ്യൂസ് ദ നോയിസ് അല്ലെങ്കിൽ ടു റെഡ്യൂസ് ദ പ്രസൻസ് ഓഫ് നോയിസ് വി ആർ യൂസിങ് എന്തായിരിക്കും വരിക, ഫീഡ്ബാക്ക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. ടു റെഡ്യൂസ് ദ നോയിസ് ഫീഡ്ബാക്ക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇനി നമുക്ക് എന്താ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ, വാട്ട് ഇസ് ദ ഫീഡ്ബാക്ക്? ഫീഡ്ബാക്കിന് നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. therefore ഫീഡ്ബാക്കിന് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, ദ പ്രോസസ് ഓഫ് ഇൻജെക്ടിങ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് അല്ലെ, ദ പ്രോസസ് ഓഫ് ഇൻജെക്ടിങ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് അല്ലെ. ഔട്ട്പുട്ടിന് ഇപ്പൊ നോക്കി ഇതൊരു ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ ഒരു ആംപ്ലിഫയർ ഉണ്ട്. ഈ ആംപ്ലിഫയർ ഒരു സിഗ്നൽ നമ്മൾ കൊടുത്തു, ആ സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. ആ സിഗ്നലിന്റെ ഒരു പോർഷൻ നമ്മൾ തിരിച്ച് എവിടെ കൊടുക്കുകയാണ്, നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ ദ ഫീഡ്ബാക്ക് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് അല്ലെ, ദ ഫീഡ്ബാക്ക് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഇൻജെക്ടിങ് അല്ലെ, ഇൻജെക്ടിങ് ഔട്ട്പുട്ട് ബാക്ക് ടു ഇൻപുട്ട് അല്ലെ, ഔട്ട്പുട്ട് ടു ഇൻപുട്ട്. ഇൻജെക്ടിങ് ഔട്ട്പുട്ട് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമുക്ക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ നമ്മൾ ഒരു ഫീഡ്ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന്റെ ഒരു പോർഷൻ എടുത്ത് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകിൽ അത് ഇൻപുട്ടിനെ എയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ഇൻപുട്ടിനെ ഒപ്പോസ് ചെയ്യും അല്ലെ. സോ ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് പറയാൻ പറ്റും, ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് അല്ലെ, ബേസ്ഡ് ഓൺ ഫീഡ്ബാക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തായിരിക്കും, ഇതായിരിക്കും ഇറ്റ് മേ എയ്ഡ് അല്ലെ, ഇറ്റ് മേ സപ്പോർട്ട് ദ ഇൻപുട്ട് ഓർ എന്താ അല്ലെങ്കിൽ പറയാൻ പറ്റും ഒപ്പോസ് ദ ഇൻപുട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന്റെ ഒരു പോർഷൻ നമ്മൾ എടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ്, അതിനാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും, ഈ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ ഇപ്പൊ ഈ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിന് പോർട്ടിൽ ആരൊക്കെ വരും, നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻപുട്ടും വരും, നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന പോർഷൻ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പം ആ ഫീഡ്ബാക്ക് നമ്മൾ ഇൻപുട്ടിനെ ഒന്നുകിൽ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും എയ്ഡ് ചെയ്യും. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഫീഡ്ബാക്കിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് പറഞ്ഞാൽ എന്തായിരിക്കും, പോസിറ്റീവ് ഫീഡ്ബാക്കിനെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 1-2 പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക. സോ നമ്മളിവിടെ നോക്കിയേ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ആംപ്ലിഫയർ, കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചതുപോലെ നമ്മുടെ ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അല്ലെ. ഇൻപുട്ട് നമുക്ക് ഈ രൂപത്തിലാണെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയ ശേഷം നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. കാര്യം നമുക്ക് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന് എന്ത് സംഭവിക്കുന്നുണ്ട്, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട് അല്ലെ, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫേസ് ഷിഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആംപ്ലിഫയർ തന്നെ ഈ ഒരു ഫേസ് ഷിഫ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയേ, ഈ ഔട്ട്പുട്ടിന്റെ ഒരു പോർഷൻ നേരെ എവിടെ വരും, നമ്മുടെ ഇൻപുട്ടിലേക്ക് പോവുകയാണ്. ആര് വഴി, നമ്മളിവിടെ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വരും കണ്ടോ. അപ്പൊ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമ്മൾ പറയുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പൊ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ ഒരു പോർഷൻ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഫീഡ്ബാക്ക് ഒരു നെറ്റ്വർക്ക് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് റെസിസ്റ്റീവ് ആയിരിക്കും. സോ ഓർത്ത് വയ്ക്കുക, ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക, ഇറ്റ് ഈസ് എ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയേ, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്തായിരിക്കും വരിക, നമ്മൾ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കൂടെ എന്ത് ചെയ്യും, ഇവിടെ വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഈ ഇതായിരിക്കും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഇൻപുട്ട് ആയിട്ട് നോക്കുക, 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടുള്ള സിഗ്നൽ ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. പക്ഷേ ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആൾസോ ഇൻട്രൊഡ്യൂസസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അപ്പം ആംപ്ലിഫയർ ആൾറെഡി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും, ഇൻവെർട്ട് ചെയ്ത് വന്നിരിക്കുന്ന സിഗ്നൽ എന്ത് ചെയ്യും, ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കൂടെ എന്ത് ചെയ്യും, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്നത് വഴി നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, therefore ഫീഡ്ബാക്ക് സിഗ്നൽ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക, തിരിച്ച് നമ്മളെ ഇൻപുട്ടിന്റെ അതേ ഫേസിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ഇൻപുട്ട് സിഗ്നലിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്ക് സിഗ്നൽ എയ്ഡ് ചെയ്യുന്നുണ്ട്. therefore it is called പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് 1-2 പോയിന്റ്സിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരിക്കും, ഫീഡ്ബാക്ക് എനർജി അല്ലെ, കാരണം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സിഗ്നൽ, ദ ഫീഡ്ബാക്ക് എനർജി എന്ന് ഞാൻ പറയാണ്. ദ ഫീഡ്ബാക്ക് എനർജി എന്തായിരിക്കും, ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട് അല്ലെ, ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട്, ഇൻ ഫേസ് വിത്ത് ഇൻപുട്ട്. എങ്ങനെയാണ് നമ്മൾ കണ്ടത് നോക്കിയേ, കാര്യം നമുക്കറിയാം കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഫേസ് ഷിഫ്റ്റ് ഏതായിരിക്കും, ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരുന്നുണ്ട്. പിന്നെ നമ്മളെ ഫീഡ്ബാക്ക് കൂടെ 180 ഡിഗ്രി കൊടുക്കുമ്പോഴത്തേക്ക് 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ടോട്ടലി നമുക്ക് ഇൻട്രൊഡ്യൂസ് ആവുകയും അതിന്റെ ഫലമായിട്ട് എന്തായിരിക്കും, ഫീഡ്ബാക്ക് എനർജി എന്തായിരിക്കും, നമ്മളുടെ ഇൻപുട്ട് സിഗ്നലിന്റെ അതേ ഫേസ് തന്നെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും, എവിടെ ആണെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ. അടുത്ത പോയിന്റ് ഓർത്ത് വയ്ക്കുക എന്തായിരിക്കും,
ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആംപ്ലിഫയർ ആൾറെഡി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്നുണ്ട് അതും കൊടുക്കുന്നുണ്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് അല്ലെ? ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് പ്രൊഡ്യൂസേഴ്സ് എന്തായിരിക്കും വരിക? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അല്ലെ? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഈ ഒരു പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഡ്യൂസേഴ്സ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അപ്പം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കാര്യം? ഇത് രണ്ടും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്മളെ ഇൻപുട്ട് സിഗ്നലിന്റെ അതേ ഷേപ്പ് തന്നെ ആര് വരും? നമ്മുടെ ഫീഡ്ബാക്ക് സിഗ്നൽ വരും അല്ലെ? അപ്പൊ എന്തായിരിക്കും? രണ്ടും ഇൻ ഫേസ് ആണെന്ന് പറയാൻ പറ്റും. ദെയർഫോർ ഫീഡ്ബാക്ക് എന്തായിരിക്കും? ദെയർഫോർ ദ ഫീഡ്ബാക്ക് എനർജി അല്ലെ? ഫീഡ്ബാക്ക് എനർജി അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സിഗ്നൽ ദാറ്റ് എയ്ഡ്സ് ഓർ സപ്പോർട്ട്സ് ദ ഇൻപുട്ട് അല്ലെ? ഓർ സപ്പോർട്ട്സ് ഇൻപുട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഈ 3 പോയിന്റ് ആണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്കിൽ നമ്മൾ ഓർത്ത് വെക്കുന്നുള്ളത്. അപ്പം പോസിറ്റീവ് ഫീഡ്ബാക്കിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? പിന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് പറയാൻ പറ്റും. അഡ്വാൻറ്റേജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർത്ത് വെക്കുക എന്തായിരിക്കും? ഹിയർ ദ ഗെയിൻ ഈസ് ഇൻക്രീസ്ഡ്. ഗെയിൻ ഈസ് ഇൻക്രീസ്ഡ്. പക്ഷേ എന്തായിരിക്കും സംഭവിക്കുക? ഗെയിൻ ഇൻക്രീസ്ഡ് ആണ്, ഗെയിൻ ഇൻക്രീസ് ആവുന്നുണ്ട്, പക്ഷെ എന്തായിരിക്കും? ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇൻസ്റ്റേബിൾ. ഡിസഡ്വാൻറ്റേജസ് ഇറ്റ് ഈസ് ഒന്നാമത്തെ എന്തായിരിക്കും വരിക? ഇൻസ്റ്റേബിൾ ആണ്. ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അൺസ്റ്റേബിൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ എന്തായിരിക്കും? ഇറ്റ് പ്രൊഡ്യൂസസ് ഡിസ്റ്റോർഷൻ. ഇറ്റ് പ്രൊഡ്യൂസസ് ഡിസ്റ്റോർഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിലും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓർത്ത് വയ്ക്കുക, ഒരുപാട് തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഈ രണ്ട് ഡിസഡ്വാൻറ്റേജസ് കൊണ്ട് ഇൻസ്റ്റബിലിറ്റി ആയിരിക്കും, അത് ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാക്കുന്നത് മൂലം നമ്മൾ എന്ത് ചെയ്തില്ല? ദിസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നില്ല. ദെയർഫോർ ഓർത്ത് വയ്ക്കുക, ദിസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ എവിടെ ആയിരിക്കും? ഓസിലേറ്റേഴ്സ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ എവിടെ ആയിരിക്കും? ഓസിലേറ്റേഴ്സ്. ഓസിലേറ്റേഴ്സിൽ ഉള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഓസിലേറ്ററിൽ നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ഫീഡ്ബാക്ക് ഏതായിരിക്കും? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാം PSC പോലുള്ള എക്സാംസിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓർത്ത് വയ്ക്കുക, ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്ത് വയ്ക്കുക, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ ഓസിലേറ്റേഴ്സ്. കാര്യം നമ്മൾ ആംപ്ലിഫയേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്തായിരിക്കും? ആംപ്ലിഫയേഴ്സിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗെയിൻ ഇൻക്രീസ് ആവുന്നുണ്ട്, പക്ഷേ എന്തായിരിക്കും? ഇൻസ്റ്റേബിൾ ആയിരിക്കും. ആൾസോ ഇറ്റ് പ്രൊഡ്യൂസസ് ഡിസ്റ്റോർഷൻ. ഈ രണ്ട് ഡിസഡ്വാൻറ്റേജ് കൊണ്ട് നമ്മൾ എന്തായിരിക്കും? നമ്മൾ അടുത്ത പോയിന്റ് മനസ്സിലാക്കുക, ആംപ്ലിഫയർ യൂസ് ചെയ്ത് എന്തായിരിക്കും? നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ ആംപ്ലിഫയേഴ്സ്. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ ആംപ്ലിഫയർ. സോ ഈ രണ്ട് പോയിന്റ് നിങ്ങൾ വളരെ കാര്യമായിട്ട് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ഓസിലേറ്ററിനെ എംപ്ലോയ് ചെയ്യുന്ന ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്കും ആംപ്ലിഫയറിന് ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ള കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കിനെ പറ്റി പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്മുടെ ഫീഡ്ബാക്ക് ചെയ്യുന്ന എനർജി ദാറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് ഇൻപുട്ട് എന്ന് നമ്മൾ കണ്ടു. പിന്നെ എന്തായിരിക്കും? ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ദാറ്റ് പ്രൊഡ്യൂസസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മൾ കണ്ടു. പിന്നെ എന്തായിരിക്കും? അപ്പം രണ്ടും 180 ഫീഡ്ബാക്ക് സിഗ്നൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആംപ്ലിഫയർ ആൾറെഡി 180 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. സോ നമ്മളുടെ ഇൻപുട്ട് വേവ് ഫോമിന്റെ അതേ ഷേപ്പ് അല്ലെങ്കിൽ ഇൻ ഫേസ് നമുക്ക് പറയാൻ പറ്റും. Therefore it aids the input അല്ലെ? It supports the input. Positive feedback it supports the input. Advantage ആണ് ഗെയിൻ ഇൻക്രീസ് ആവുന്നത്, പക്ഷേ that gain is unstable. It produces distortion. അപ്പം ആ ഒരു ഡിസഡ്വാൻറ്റേജ് കൊണ്ട് we cannot use this positive feedback in amplifier. പക്ഷേ പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ എവിടെ യൂസ് ചെയ്യും? It is used in oscillator. Very important point to remember. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ ആംപ്ലിഫയറിൽ യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞത് അല്ലെ? പോസിറ്റീവ് ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ഓസിലേറ്ററിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ളത് കാര്യം നമുക്ക് നോക്കാം. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഔട്ട്പുട്ടിന്റെ ഒരു പോർഷൻ എടുത്ത് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി കൊടുക്കുന്നതിനാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ നോക്കി ഇവിടെ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആംപ്ലിഫയർ ഉണ്ട്. നമ്മൾ കൊടുത്ത ഇൻപുട്ട് സിഗ്നലിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിൽ കിട്ടിയ ശേഷം നേരെ വന്നിട്ട് എവിടെ വരും? നേരെ ഇതിന്റെ ഔട്ട്പുട്ടിന്റെ ഒരു ഭാഗം നേരെ എവിടെ വരുന്നുണ്ട്? നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ വരുന്നുണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ അവിടെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും. പക്ഷേ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഇൻട്രോഡ്യൂസസ് 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അവിടെ ഫേസ് ഷിഫ്റ്റ് ഒന്നും കൊടുക്കത്തില്ല. 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്ന വഴി നമ്മൾ ഔട്ട്പുട്ട് കിട്ടിയ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിൽ കിട്ടിയ ഔട്ട്പുട്ട് തന്നെയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മളെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും എന്തായിരിക്കും? ഇൻപുട്ടും അല്ലെ? ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും എന്തായിരിക്കും? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ പഠിച്ചു
180 ഡിഗ്രി ഇൻ ഫേസ് അല്ല അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ആയതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക? എന്തായിരിക്കും? ഇറ്റ് ഒപ്പോസ് ദ ഇൻപുട്ട് അല്ലെ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എനർജി ഒപ്പോസ് ദ ഇൻപുട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. സോ നമുക്ക് പോയിന്റ്സ് ഓർത്ത് വെക്കുക. എന്തായിരിക്കും ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കാനുള്ളത്? എന്താണ്? ഫീഡ്ബാക്ക് എനർജി അല്ലെ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എനർജി, ഫീഡ്ബാക്കിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നതിന് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ടിനാണ് നമ്മൾ ഫീഡ്ബാക്ക് എനർജി നമ്മൾ പറയുന്നത് കേട്ടോ. ദ ഫീഡ്ബാക്ക് എനർജി എത്ര ആയിരിക്കും? ഗീവ്സ് ഫീഡ്ബാക്ക് എനർജി ഈസ് എന്തായിരിക്കും? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് അല്ലെ. ഫീഡ്ബാക്ക് എനർജി ഈസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ഇൻപുട്ട് അല്ലെ, ആൻഡ് ഓപ്പോസിറ്റ് അല്ലെ. ഫീഡ്ബാക്കിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന നമുക്ക് എത്ര ആയിരിക്കും? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും, ആൻഡ് ഇറ്റ് വിൽ ഒപ്പോസ് ദ ഇൻപുട്ട് അല്ലെ. അടുത്ത പോയിന്റ് എന്താ നമ്മൾ നോക്കിയേ? രണ്ടാമത്തെ പോയിന്റ് എന്തായിരിക്കും? മുന്നത്തെ കേസിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഫീഡ്ബാക്ക് എനർജി ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് പ്രൊഡ്യൂസേഴ്സ് എത്ര ആയിരിക്കും? ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് പ്രൊഡ്യൂസേഴ്സ് 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. പിന്നെന്തായിരിക്കും വരിക? നമുക്ക് ആൾറെഡി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം മനസ്സിലാക്കുക, ഫീഡ്ബാക്ക് എനർജി ഒപ്പോസസ് ദ ഇൻപുട്ട് അല്ലെ. ഫീഡ്ബാക്ക് എനർജി ഒപ്പോസസ് ദ ഇൻപുട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് എ ഡിസഡ്വാൻറ്റേജ്? എന്തായിരിക്കും? ഇറ്റ് റെഡ്യൂസസ് ദ ഗെയിൻ അല്ലെ. ഇറ്റ് റെഡ്യൂസസ് ദ ഗെയിനെ കുറയ്ക്കുന്നുണ്ട്. പക്ഷേ പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ഗെയിനെ കുറയ്ക്കുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും? ഡിസഡ്വാൻറ്റേജ് ഭയങ്കരമാണ്. പക്ഷേ ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഗെയിനെ കുറയ്ക്കുന്നുണ്ട്, പക്ഷേ ആ കുറഞ്ഞ ഗെയിൻ എന്താണ്? സ്റ്റേബിൾ ആണ്. സോ നമുക്ക് നോക്കി നെഗറ്റീവ് ഫീഡ്ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയായിരിക്കും? ഗെയിൻ കുറയുന്നുണ്ട്, പക്ഷെ എന്തായിരിക്കും? ഗെയിൻ സ്റ്റെബിലിറ്റി ഇംപ്രൂവ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഡിസ്റ്റോർഷൻ റിഡക്ഷനിലെ ഡിസ്റ്റോർഷൻ നമുക്ക് പറയാൻ പറ്റും അല്ലെ. പിന്നെ എന്തായിരിക്കും? റിഡക്ഷൻ ഇൻ നോയ്സ് ആണ്, ഇൻക്രീസ് ഇൻ ഇൻപുട്ട് ഇംപെഡൻസ് ആണ്, ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട് ഇംപെഡൻസ് ആണ്, ഇംപ്രൂവ്ഡ് ബാൻഡ് വിഡ്ത്ത് ആണ്, ഇൻക്രീസ് ഇൻ ദ റേഞ്ച് ഓഫ് യൂണിഫോം ആപ്ലിക്കേഷൻ. സോ ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ അഡ്വാൻറ്റേജസ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ചെയ്യുന്ന വഴി ഗെയിൻ കുറയുമെങ്കിലും പക്ഷെ എന്തായിരിക്കും? ആ കിട്ടുന്ന ഗെയിൻ അല്ലെങ്കിൽ ആ കുറഞ്ഞു വരുന്ന ഗെയിൻ എന്തായിരിക്കും? ദാറ്റ് ഗെയിൻ ഈസ് വെരി സ്റ്റേബിൾ. നമ്മൾ ഇത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ എന്തായിരിക്കും? നമ്മൾ ഇതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഇതിനകത്ത് 1-2 പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഞാനത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മൾ ഇതിനകത്ത് നമുക്ക് 1-2 പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കറിയാം AV എന്ന് പറയുന്നത് ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ്, ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ്. അത് നമ്മളിപ്പോൾ ഫീഡ്ബാക്ക് ഇല്ലാത്ത സമയത്താണെങ്കിൽ തന്നെ ഈ ഒരു ഫീഡ്ബാക്കിനകത്ത് ഇല്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആ ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും AV എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? AV ഇറ്റ് ഈസ് ദ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ. ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ. ഓക്കെ, AV ഈസ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ. അടുത്തായിരിക്കും വരിക? അടുത്തത് നോക്കിയേ, MV എന്ന് പറയുന്നത്, MV എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. നമ്മളെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ MV എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? അതിന്റെ ഗെയിനും നമുക്ക് പറയാൻ പറ്റും. ആ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഗെയിനും നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടുന്നോ അത് ഡിവൈഡ് ബൈ ഇൻപുട്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഞാൻ MV എന്ന് വെച്ചിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. അങ്ങനാണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ഫീഡ്ബാക്ക് ഗെയിൻ എങ്ങനെയായിരിക്കും സംഭവിക്കുക? നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഗെയിൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? therefore നെഗറ്റീവ് ഫീഡ്ബാക്ക് ഗെയിൻ ഈസ് ഈക്വൽ ടു AVF എന്ന് വെച്ചിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഗെയിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു AV ഡിവൈഡഡ് ബൈ AV എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഡിവൈഡഡ് ബൈ 1 + AV × MV. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, ഓർത്ത് വെക്കുക. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഗെയിൻ ഈസ് ഈക്വൽ ടു AV ഡിവൈഡ് ബൈ 1 + AV × MV. AV എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയറിന്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ 1 + AV × MV. നമുക്ക് നമ്മുടെ എന്തായിരിക്കും? ബിടെക് പഠിച്ചിട്ടുള്ള ബിടെക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നമുക്കൊരു ക്ലോസ് ലൂപ്പ് ആയിട്ട് എടുത്താൽ മതി. ഇതായിരിക്കും
കൺട്രോൾ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ജി ഓഫ് എസ് ഡിവൈഡ് ബൈ 1 പ്ലസ് ജി എസ് ഇൻറ്റു എച്ച് എസ് ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എ വി ഡിവൈഡ് ബൈ 1 പ്ലസ് എ വി ഇൻറ്റു എം വി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് നോക്കി എ വി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? എ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ് അല്ലെ. അപ്പൊ നോക്കിയേ 1 പ്ലസ് എ വി എം വി അല്ലെ. അപ്പൊ എന്തായിരിക്കും? ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് എന്തായിരിക്കും 1 പ്ലസ് എ വി എം വി അല്ലെ. ഡിനോമിനേറ്റർ കിടക്കുന്നത് എന്താ? എ വി എം വി അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ബൈ എംപ്ലോയിങ് ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് പറയാൻ പറ്റും ഓപ്പൺ ലൂപ്പ് ഗെയിൻ അല്ലെ. ഓപ്പൺ ലൂപ്പ് ഗെയിൻ reduces by a factor of എന്തായിരിക്കും വരിക? 1 plus AV into MV എന്ന് പറയാൻ പറ്റും അല്ലെ. 1 plus AV into MV നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കിയേ, നമുക്ക് ഇനി കുറച്ച് അനാലിസിസ് നമ്മൾ ചെയ്ത് നോക്കാം. ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ നോക്കി ഗെയിൻ സ്റ്റെബിലിറ്റി, അത് നമുക്ക് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഗെയിൻ സ്റ്റെബിലിറ്റി, നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഗെയിൻ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്കിന്റെ ഗെയിൻ സ്റ്റെബിലിറ്റി അല്ലെ. ഗെയിൻ സ്റ്റെബിലിറ്റി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? therefore AVF is equal to എങ്ങനെ ആയിരിക്കും വരിക? AV ഡിവൈഡഡ് ബൈ നമ്മൾ മുന്നേ എഴുതിയ ഇക്വേഷൻ അല്ലെ 1 plus MV into AV. അപ്പം ഈ AV into MV യുടെ വാല്യൂ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ്. AV into MV വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? therefore AV ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? AV into MV അല്ലെ. AV into MV എന്ന് പറയാൻ പറ്റും. AV ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? AVF is equal to 1 divided by MV നമുക്ക് പറയാൻ പറ്റും അല്ലെ. therefore നമുക്ക് പറയാൻ പറ്റും therefore that we can conclude that എന്തായിരിക്കും? the gain depends upon the അല്ലെങ്കിൽ എന്തായിരിക്കും? the feedback gain depends on the എന്തായിരിക്കും? depends on the feedback network only അല്ലെ. it depends on the feedback network only. കാര്യം നോക്കിയേ, നമ്മുടെ വോൾട്ടേജ് ഗെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ 1 by MV എന്ന് കിട്ടി. ബിക്കോസ് അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദ ഗെയിൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ഓർ കൺട്രോൾഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് പാരാമീറ്റർ നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കാം. പിന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്തായിരിക്കും വരിക? നെഗറ്റീവ് ഫീഡ്ബാക്ക് വെച്ചിട്ട് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പഠിച്ചു എന്തായിരിക്കും? റിഡക്ഷൻ ഇൻ അല്ലെ നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ. റിഡക്ഷൻ ഇൻ നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ എങ്ങനെ ആയിരിക്കും വരിക? therefore ആ ഡിസ്റ്റോർഷൻ എങ്ങനെ ആയിരിക്കും? ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും വരിക? DVF നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന വഴി എന്തായിരിക്കും വരിക? D ഡിവൈഡഡ് ബൈ 1 plus AV into MV എന്ന് പറയാൻ പറ്റും. therefore D എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസ് നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ എന്ന് പറയുമ്പോൾ D എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ക്ലോസ്ഡ് ലൂപ്പ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ അല്ലെ. അപ്പം ദ ഡിസ്റ്റോർഷൻ ബൈ ഗീവിംഗ് അല്ലെ, ബൈ ഗീവിംഗ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? the distortion is also reduced by a factor of 1 by 1 plus AV MV നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പം അത് ഓർത്ത് വെക്കുക. പിന്നെന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് റിഡക്ഷൻ ഇൻ ഡിസ്റ്റോർഷൻ. പിന്നെന്തായിരിക്കും വരിക? നമുക്കറിയാം നമ്മളുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്തായിരിക്കും? റെസിസ്റ്റീവ് ആണ് അല്ലെ. റെസിസ്റ്റീവ് ആവേണ്ടതായിരിക്കും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അടുത്ത പോയിന്റ് നോക്കിയേ, ഇംപ്രൂവ്സ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഞാൻ ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലെ. ഇപ്പൊ നമ്മൾ ഗെയിൻ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കി, എങ്ങനെയാണ് ഗെയിൻ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന കാര്യം നമ്മൾ നോക്കി. പിന്നെ എന്തായിരിക്കും വരിക? പിന്നെ നമ്മൾ റിഡക്ഷൻ ഡിസ്റ്റോർഷൻ നമ്മൾ നോക്കി. ഇനി നമ്മൾ പറയാൻ പോകുന്ന പറഞ്ഞാല് എന്തായിരിക്കും? ഇംപ്രൂവ്സ് ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെ. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇംപ്രൂവ്സ് ദ ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നെഗറ്റീവ് ഫീഡ്ബാക്ക് സ്റ്റെബിലിറ്റി എന്തായിരിക്കും? ഇംപ്രൂവ്സ് ഫ്രീക്വൻസി റെസ്പോൺസ്. It improves the frequency because നമുക്കറിയാൻ പറ്റും എങ്ങനെ ആയിരിക്കും ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ത് നേച്ചർ ആണെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഓൺലി റെസിസ്റ്റീവ് അല്ലെ. റെസിസ്റ്റീവ് നേച്ചർ ആയതുകൊണ്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. വല്ല റെസിസ്റ്റൻസോ ഇൻഡക്ടൻസോ കപ്പാസിറ്റൻസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇത് വേരി വിത്ത് ഫ്രീക്വൻസി. therefore വോൾട്ടേജ് ഗെയിൻ ഈസ് സിൻസ് ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഈസ് റെസിസ്റ്റീവ് അല്ലെ. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് റെസിസ്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore വോൾട്ടേജ് ഗെയിൻ ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്. വോൾട്ടേജ് ഗെയിൻ ഈസ് കോൺസ്റ്റന്റ് ഫോർ എ എന്തായിരിക്കും? constant for a range of frequencies. കാര്യം നമുക്കറിയാം ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ആ നെറ്റ്വർക്കിന്റെ പാരാമീറ്റർ ഫ്രീക്വൻസി വെച്ച് മാറുവാണെങ്കിൽ റെസിസ്റ്റൻസോ കപ്പാസിറ്റി ഇൻഡക്ടൻസോ കപ്പാസിറ്റോ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ നമ്മളുടെ വരുന്ന ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും? ഇറ്റ് വിൽ കീപ് ഓൺ ചേഞ്ചിങ് നമുക്ക് പറയാൻ പറ്റും. സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? therefore we can say that the resistive nature ആയതുകൊണ്ട് it is independent of the frequency, therefore voltage gain is almost constant എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തതായിരിക്കും ഇത് improves the circuit stability അല്ലെ.
അപ്പൊ നമുക്ക് ഇത് നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെയാണ്. അത് ഞാൻ ഒന്നും കൂടി ഒരു പോയിന്റ് കൂടെ സ്ട്രെസ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്. നോക്കിയേ, സ്റ്റെബിലിറ്റി എങ്ങനെ ഇൻക്രീസ് ആവും നോക്കിയേ. നമുക്കറിയാം ഇറ്റ് ഇംപ്രൂവ് സ്റ്റെബിലിറ്റി. നമ്മൾ ഈ ഡെറിവേഷൻ പോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല, പക്ഷേ സ്റ്റേജ് പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം ഇംപ്രൂവ് സ്റ്റെബിലിറ്റി എങ്ങനെ ആയിരിക്കും ഇംപ്രൂവ് ചെയ്യുന്നത്? നമുക്കറിയാം ഇൻപുട്ട് കൂടി കഴിഞ്ഞാൽ അല്ലെ, ഈ ഇൻപുട്ട് ഇൻക്രീസസ് ഇതാണല്ലോ നമ്മുടെ നെറ്റ്വർക്ക്. അപ്പൊ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റും ഇൻപുട്ട് കൂടി കഴിഞ്ഞാൽ അല്ലെ, ഇൻപുട്ട് ഇൻക്രീസസ് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ഔട്ട്പുട്ട് ആൾസോ ഇൻക്രീസസ്. ഇൻപുട്ട് ഇൻക്രീസസ്, ഇൻപുട്ട് കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് ആൾസോ ഇൻക്രീസസ് അല്ലെ. ഔട്ട്പുട്ട് ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ദ ഫീഡ്ബാക്ക് എനർജി ആൾസോ ഇൻക്രീസസ്. അപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട് ഇൻക്രീസസ് ദ ഫീഡ്ബാക്ക് എനർജി അല്ലെ, ഫീഡ്ബാക്ക് എനർജി ഓൾസോ എന്തായിരിക്കും ഇറ്റ് ആൾസോ ഇൻക്രീസസ്. ഫീഡ്ബാക്ക് എനർജി ആൾസോ ഇൻക്രീസസ്. അപ്പൊ എന്തായിരിക്കും ഫീഡ്ബാക്ക് എനർജി ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഇൻപുട്ട് എന്ത് ചെയ്യും? നെറ്റ് ഇൻപുട്ട് എന്താവും? നെറ്റ് ഇൻപുട്ട് ഡിക്രീസസ് അല്ലെ, നെറ്റ് ഇൻപുട്ട് ഡിക്രീസസ്. കാര്യം നമുക്കറിയാമല്ലോ എന്തായിരിക്കും വരിക? ഇൻപുട്ട് മൈനസ് ഫീഡ്ബാക്ക് ആയിരിക്കും നമ്മൾ ആക്ച്വൽ ഇൻപുട്ട് ആയിട്ട് പോകുന്നത്. therefore ഇൻപുട്ട് ഡിക്രീസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഔട്ട്പുട്ട് ആൾസോ ഡിക്രീസസ്. ഔട്ട്പുട്ട് ആൾസോ ഡിക്രീസസ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദിസ് ഔട്ട്പുട്ട് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ചേഞ്ചിങ് ദ ഫീഡ്ബാക്ക് എനർജി. സോ നമ്മുടെ കൺക്ലൂഷൻ പോയിന്റ് ഇതാണ്, ഈ ഔട്ട്പുട്ടിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ദിസ് ഔട്ട്പുട്ട് ക്യാൻ ബി കൺട്രോൾഡ് ബൈ കൺട്രോളിങ് ദ ആരെയാണെങ്കിലും ഫീഡ്ബാക്ക് എനർജിയെ കൺട്രോൾ ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എനർജിയെ കൺട്രോൾ ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് ക്യാൻ ബി എന്തായിരിക്കും? കൺട്രോൾഡ് അല്ലെ. therefore ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ദ ഔട്ട്പുട്ട് ക്യാൻ ബി കൺട്രോൾഡ് ബൈ കൺട്രോളിങ് ദ ഫീഡ്ബാക്ക് എനർജി. സോ പോയിന്റ് ഇതാണ്, ഔട്ട്പുട്ട് can be controlled by controlling the feedback energy. So ഈ പോയിന്റ് ഒക്കെ നിങ്ങൾ വളരെ രീതിയിൽ ഓർത്ത് വെക്കുക. അതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ടിന് ഫീഡ്ബാക്ക് എനർജിയെ നമ്മൾ കൺട്രോൾ ചെയ്ത വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് ക്യാൻ ആൾസോ ബി കൺട്രോൾഡ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെബിലിറ്റി, വി ക്യാൻ അറ്റൈൻ ദ സ്റ്റെബിലിറ്റി. അടുത്ത നമ്മൾ ഓർത്ത് വെക്കുക, അടുത്ത പോയി നോക്കി, ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഇൻപുട്ട് ഇംപെഡൻസ് അല്ലെ. നെഗറ്റീവ് ഫീഡ്ബാക്ക് വിൽ ഇൻക്രീസ് ദ ഇൻപുട്ട് ഇംപെഡൻസ്. അത് എങ്ങനെയായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്? ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. എന്തായിരിക്കും? നെഗറ്റീവ് ഫീഡ്ബാക്ക് വിൽ ഇൻക്രീസ് ദ ഇൻപുട്ട് ഇംപെഡൻസ്. എന്തായിരിക്കും? ഇറ്റ് വിൽ ഡിക്രീസ് ദ ഔട്ട്പുട്ട് ഇംപെഡൻസ്. അപ്പൊ ആ ഫാക്ടർ ഓർത്ത് വെക്കുക, ഇൻക്രീസ് ഇൻ ഇൻപുട്ട് ഇംപെഡൻസ്. എങ്ങനെയായിരിക്കും? ഇക്വേഷൻ ഓർത്ത് വെക്കുക, ഇൻക്രീസ് ഇൻ ഇൻപുട്ട് ഇംപെഡൻസ് എങ്ങനെയായിരിക്കും? ഇസഡ് ഇൻ ബൈ നെഗറ്റീവ് അല്ലെ, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന വഴി എങ്ങനെയായിരിക്കും ഇൻപുട്ട് ഇംപെഡൻസ് കൊടുക്കുന്നത്? ഇൻക്രീസ് ആവുന്നത്. ഇസഡ് ഇൻ ഡാഷ് എന്ന് പറയുന്ന ഇൻപുട്ട് ഇംപെഡൻസിനെ ഞാൻ ഇസഡ് എന്ന് വിളിക്കുകയാണ്. ഇത് വിത്ത് ഫീഡ്ബാക്ക്. ഇസഡ് ഇൻ ഡാഷ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻ ഇൻടു 1 പ്ലസ് AVMB. therefore ഇസഡ് ഇൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇസഡ് ഇൻ ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇൻപുട്ട് വിത്ത് ഫീഡ്ബാക്ക് അല്ലെ, ഇൻപുട്ട് വിത്ത് ഇൻപുട്ട് ഇംപെഡൻസ്, ഇൻപുട്ട് അല്ല, ഇൻപുട്ട് ഇംപെഡൻസ് വിത്ത് ഇൻപുട്ട് ഇംപെഡൻസ് വിത്ത് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെ. ഫീഡ്ബാക്ക് ഇറ്റ് ഈസ് ഇസഡ് ഇൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? വിത്തൗട്ട് ഫീഡ്ബാക്ക്. സോ ഓർത്ത് വയ്ക്കുക. സോ ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇസഡ് ഇൻ ഡാഷ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻടു 1 പ്ലസ് AVMB. ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട് ഇംപെഡൻസ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്തായിരിക്കും വരിക? ഇസഡ് ഔട്ട് അല്ലെ, ഇസഡ് ഔട്ട് ഡാഷ് ഈസ് ഈക്വൽ ടു ഇസഡ് ഔട്ട് ഡിവൈഡഡ് ബൈ 1 പ്ലസ് AV ഇൻടു MB. സോ ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. സോ അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, ഈക്വേഷൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ആ അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, സെയിം കൺസെപ്റ്റ് ആണ് നമുക്ക് കറണ്ടിലും പറയാൻ പറ്റുന്നത്. നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആണ്, നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് ആണ് എങ്ങനെ ആയിരിക്കും വരിക? സെയിം ഇക്വേഷൻ തന്നെ ആയിരിക്കും. എങ്ങനെ ആയിരിക്കും? നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്കിന് ഇങ്ങനെ നമ്മൾ പറഞ്ഞത്, നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്തായിരിക്കും? AVF ഈസ് ഈക്വൽ ടു അല്ലെ, AV ഡിവൈഡഡ് ബൈ 1 പ്ലസ് AV ഇൻടു MB. കറണ്ട് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും വരിക? ഒരു വോൾട്ടേജ് ഫീഡ്ബാക്ക് ആണ് AVF എന്ന് പറഞ്ഞത്. കറണ്ട് ഫീഡ്ബാക്ക് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും വരിക? AIF ഡിവൈഡഡ് ബൈ AI ഡിവൈഡഡ് ബൈ കറണ്ട് ഗെയിൻ ഓഫ് ഓപ്പൺ ലൂപ്പ് കറണ്ട് ഗെയിൻ അല്ലെ, പ്ലസ് AI ഇൻടു MB എന്ന് പറയാൻ പറ്റും. രണ്ടും സെയിം ആയിരിക്കും വരിക. MB എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഫീഡ്ബാക്ക് നെറ്റ് ഫ്രാക്ഷൻ അല്ലെ, ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഫ്രാക്ഷൻ ആണ് എന്തായിരിക്കും? AI ഇൻടു MB എന്ന് പറയുന്നത്. MB ഇസ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. AV എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ്.
AV എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ, A എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ആംപ്ലിഫയറിന്റെ കറണ്ട് ഗെയിൻ. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, MV വാല്യൂ, വാല്യൂ ഓഫ് ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ലൈസ് ബിറ്റ്വീൻ 0 to 1. The value of the feedback fraction lies between 0 to 1 ആണെന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ് നോക്കാം. നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കിന് ഇൻപുട്ട് എന്തായിരിക്കും? അഡ്വാൻറ്റേജ് ആണ് ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട് ഇംപെഡൻസ്, ഇൻക്രീസ് ഇൻ ഇൻപുട്ട് ഇംപെഡൻസ് പഠിച്ചു. അല്ലെ, അത് ഏത് ഫാക്ടറാണ് ഇൻക്രീസ് ആകുന്ന കാര്യം പഠിച്ചു. പിന്നെ എന്തായിരിക്കും സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എങ്ങനെ ആയിരിക്കും? ബൈ കൺട്രോളിംഗ് ദ ഫീഡ്ബാക്ക് എനർജി വി ക്യാൻ കൺട്രോൾ ദ എന്തായിരിക്കും ഔട്ട്പുട്ട് അല്ലെ. പിന്നെ എന്തായിരിക്കും ഇംപ്രൂവ്ഡ് ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ പഠിച്ചു. പിന്നെ എന്തായിരിക്കും റിഡക്ഷൻ നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ പഠിച്ചു. പിന്നെ എന്തായിരിക്കും നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഗെയിൻ പഠിച്ചു. AV എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ ആണ്, AI എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ട് ഗെയിൻ നമ്മൾ പഠിച്ചു. രണ്ടും സെയിം തന്നെയാണ്, രണ്ടും ഫോർമുല സെയിം തന്നെയാണ് വരുന്നത്. നമ്മൾ കാര്യം ഓർത്ത് വെക്കുക. AIF എന്ന് ഞാൻ മാർക്ക് ചെയ്യാണ്. AI ഡിവൈഡ് ബൈ 1 + AI × MB. വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ AV ഡിവൈഡ് ബൈ 1 + AV × MB എന്നാണ് ഓർത്ത് വെക്കുക. അടുത്തതാണ് നമ്മൾ എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്. എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്കൊരു 3-4 പോയിന്റ് നമ്മൾ എടുത്ത് വെക്കുക. എമിറ്റർ ഫോളോവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്. ഓർത്ത് വെക്കാനുള്ള പോയിന്റ് ആണ്. എമിറ്റർ ഫോളോവർ ഈസ് എ നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട്. നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനകത്തൊരു 4 പോയിന്റ് ഉണ്ട്. ഈ 4 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. നെഗറ്റീവ് വോൾട്ടേജ് അല്ല, നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്. അടുത്തതായിരിക്കും രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഹാസ് നോ വോൾട്ടേജ് ഗെയിൻ. ഇറ്റ് ഹാസ് നോ വോൾട്ടേജ് ഗെയിൻ. ആരെ പറ്റി നമ്മൾ പറയുന്നത്? എമിറ്റർ ഫോളോവർ സർക്യൂട്ടിനെ പറ്റി. ഇറ്റ് ഹാസ് നോ വോൾട്ടേജ് ഗെയിൻ. നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്. ഇതായിരിക്കും ഇറ്റ് ഹാസ് നോ വോൾട്ടേജ് ഗെയിൻ. അടുത്ത് നോക്കിയേ, ഇറ്റ് ഹാസ് ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ്. ഇറ്റ് ഹാസ് ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്, ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് and low output impedance and low output impedance. ഇതൊക്കെ ഇതിന്റെ നേച്ചർ ആണ്. ഈ എമിറ്റർ ഫോളോവർ സർക്യൂട്ട് നേച്ചർ ആണ്. ഞാൻ പറയാം എന്താണെന്നുള്ളൊരു കാര്യം. ഈ പോയിന്റ്സ് നിങ്ങൾ വളരെ രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ആപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇംപെഡൻസ് മാച്ചിങ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇംപെഡൻസ് മാച്ചിങ്. സോ എമിറ്റർ ഫോളോവർ ആയിട്ട് ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ: നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട്, നോ വോൾട്ടേജ് ഗെയിൻ, ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ആൻഡ് ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ് ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും? പിന്നെ എന്തായിരിക്കും വരിക? ഇംപെഡൻസ് മാച്ചിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ സർക്യൂട്ട്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോമൺ എമിറ്റർ സർക്യൂട്ട് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അല്ല. ഇത് ഓർത്ത് വെക്കുക. ഇതെന്ന് പറയുന്നത് എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത് നമ്മൾ AC അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? 2 കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയി, 2 കപ്പാസിറ്റർ AC സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് എന്താ ഈ കപ്പാസിറ്റർ ഷോർട്ട് ആവും. കപ്പാസിറ്റർ ഷോർട്ട് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഈ കളക്ടറിന്റെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബിക്കം വെർച്വലി ഗ്രൗണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ബേസിനും കളക്ടറിനും അക്രോസ് ആയിട്ടായിരിക്കും. ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിനും കളക്ടറിനും അക്രോസ് ആയിട്ടായിരിക്കും. നിങ്ങൾ അത് പഠിച്ചു വെച്ചില്ലെങ്കിലും മറക്കാതിരിക്കുക. എന്തായിരിക്കും? എമിറ്റർ ഫോളോവർ സർക്യൂട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കോമൺ കളക്ടർ ആംപ്ലിഫയർ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കോമൺ കളക്ടർ ആംപ്ലിഫയർ. ഒരുപാട് തവണ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തായിരിക്കും വരിക? എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് എ കോമൺ കളക്ടർ ആംപ്ലിഫയർ. വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ് ടു റിമെമ്പർ. നമ്മൾ ഫിഗർ കണ്ടാൽ കോമൺ എമിറ്റർ എന്ന് തോന്നും. ഒരിക്കലും അല്ല. എന്തായിരിക്കും? അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് അനാലിസിസ് ചെയ്ത് പ്രൂവ് ചെയ്താണ്. നമുക്ക് ആ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. എമിറ്റർ ഫോളോവർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കോമൺ കളക്ടർ ആംപ്ലിഫയർ. കോമൺ എമിറ്റർ അല്ല. വീണ്ടും ഞാൻ പറയുന്നു, കോമൺ എമിറ്റർ അല്ല, കോമൺ കളക്ടർ ആംപ്ലിഫയർ ആണ്. സോ എമിറ്റർ ഫോളോവർ സർക്യൂട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട്, നോ വോൾട്ടേജ് ഗെയിൻ, ഇതായിരിക്കും ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ്. എന്നതായിരിക്കും വരിക? യൂസ്ഡ് ഫോർ ആപ്ലിക്കേഷൻ കൊടുത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇംപെഡൻസ് മാച്ചിങ്. ഓക്കെ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കളക്ടർ, കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്തായിരിക്കും? ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ. ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. എന്തായിരിക്കും? ഈ രണ്ട് എമിറ്റർ ഫോളോവർ സർക്യൂട്ട്സ് അല്ലെങ്കിൽ എന്തായിരിക്കും? എമിറ്റർ ഫോളോവർ സർക്യൂട്ട്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് അല്ലെ. അപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കുക, ഡാർലിംഗ്ടൺ ആംപ്ലിഫയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബേസിക്കലി എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ബേസിക്കലി എ എമിറ്റർ ഫോളോവർ ആണ് അല്ലെ. ബേസിക്കലി എ എമിറ്റർ ഫോളോവർ ആണ്. നോക്കിയേ, 2 എമിറ്റർ ഫോളോവർ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പം എന്തായിരിക്കും? ഇൻ ദിസ് കോൺഫിഗറേഷൻ നോക്കി, ഇതൊരു Q1 എമിറ്റർ ഫോളോവർ ആണ്, Q2 എന്തായിരിക്കും? എമിറ്റർ ഫോളോവർ ആണ്. therefore നമുക്ക് പറയാൻ പറ്റും എമിറ്റർ ഫോളോവേഴ്സ് ആർ ബേസിക്കലി എമിറ്റർ ഫോളോവർ ഇതായിരിക്കും കണക്റ്റഡ് ഇൻ
സീരീസ് ആണ്, കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ എമിറ്ററിന്റെ ഇതിന്റെ അല്ലെ ഫസ്റ്റ് എമിറ്റർ ഫോളോവറിന്റെ ഗെയിൻ ബീറ്റ ആണെങ്കിൽ എന്തായിരിക്കും വരിക? Q2ന്റെ ഗെയിൻ β2 ആണെങ്കിൽ ടോട്ടൽ ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? β is equal to β1 into β2. അത് ഓർത്ത് വയ്ക്കുക, β1 into β2. അപ്പോ ഈ ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ നമ്മൾ എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ഇൻ സം സിറ്റുവേഷൻസ് വി നീഡ് ടു ഇൻക്രീസ് ദ കറണ്ട് ഗെയിൻ ആൻഡ് ഇൻപുട്ട് ഇംപെഡൻസ്. അവിടെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നീഡ് ടു എന്തായിരിക്കും? ടു ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആപ്ലിക്കേഷൻസ് ടു അല്ലെ, ഇറ്റ് ഈസ് യൂസ്ഡ് in certain applications to എന്തായിരിക്കും? increase the current gain, to increase the current gain and input impedance ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. അടുത്തായിരിക്കും വരിക ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്തായിരിക്കും? എമിറ്റർ ഫോളോവർ ആണ്. എമിറ്റർ ഫോളോവർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഏത് കോൺഫിഗറേഷൻ ആയിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. സോ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ഇറ്റ് ഈസ് ബേസിക്കലി എന്തായിരിക്കും? ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ എമിറ്റർ ഫോളോവർ കണക്റ്റഡ് ഇൻ സീരീസ് ആണ് ഓർത്ത് വെക്കുക. എമിറ്റർ ഫോളോവർ എന്തായിരിക്കും? ഒരു കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് β1 into β2 ആണ് അല്ലെ. ഫസ്റ്റ് എമിറ്റർ ഫോളോവറിന്റെ ഗെയിൻ β1 ഉം സെക്കൻഡ് β2 ആണെങ്കിൽ ടോട്ടൽ β is equal to β1 multiplied with β2. പിന്നെ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സർട്ടൻ ആപ്ലിക്കേഷൻസ് ടു ഇൻക്രീസ് ദ കറണ്ട് ഗെയിൻ ആൻഡ് ഇൻപുട്ട് ഇംപെഡൻസ്. സോ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മുടെ സബ് എഞ്ചിനീയർ എക്സാമിന്റെ ക്ലാസ്സസ് ഓൺ ഗോയിങ് ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. സോ ദിസ് ഇസ് അവർ കോൺടാക്ട് നമ്പർ. ഓക്കെ, സോ എല്ലാവർക്കും നന്ദി. വീഡിയോ നോക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ വളരെ കുറച്ച് ഡ്യൂറേഷൻ കൊണ്ട് തന്നെ ഒരുപാട് പോർഷൻസ് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.